ഇന്ന് നമുക്ക് ഒരു അടിപൊളി സെമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 2 ഇതുപോലുള്ള ഗ്ലാസ്സിൽ സെമിയ എടുത്തിട്ടുണ്ട്. വറുത്ത സെമിയാണിത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും, പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, 2 കപ്പ് പാല് എന്നിവ എടുക്കാം. ആദ്യമായിട്ട് കുക്കിംഗ് പാത്രത്തിലേക്ക് 2 സ്പൂൺ നെയ്യ് എടുക്കാം. നെയ്യൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ കളറ് കുറച്ച് മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കളറൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം മിക്സ് ചെയ്യാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെയാണ് സെമിയ പായസം ഉണ്ടാക്കാറ്. നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാറ്റമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ആ ഉണക്കമുന്തിരി അതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് മുന്തിരിങ്ങയൊക്കെ പൊന്തി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടി ചേർക്കാം. കൂടാതെ ഒരു 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനോട് സെമിയ ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. വറുത്തെടുത്ത സെമിയ ആയതുകൊണ്ട് കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ആദ്യം 1 കപ്പ് പാൽ ഒഴിക്കാം. ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് തിളക്കാൻ അനുവദിക്കാം. കുറച്ചു നേരം മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് വേവാൻ അനുവദിക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം, കട്ട ആവാതിരിക്കാനും അടിക്ക് പിടിക്കാതിരിക്കാനും വേണ്ടി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഒന്ന് തിളക്കാൻ അനുവദിക്കാം. അതിനുശേഷം ബാക്കിയായിട്ടുള്ള മറ്റൊരു കപ്പ് കൂടി പാൽ ചേർക്കാവുന്നതാണ്. ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചു നേരം തിളക്കാൻ അനുവദിക്കാം. അപ്പോൾ
സെമിയൊക്കെ നല്ലവണ്ണം വെന്തു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള സെമിയ പായസം റെഡി. ഇനി അത് ആവശ്യത്തിന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. സീ യു സൂൺ.